അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എത്ര ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു. 14 ചാപ്റ്ററാണ് നമുക്ക് +1 കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി എന്താണ് കെമിസ്ട്രി എന്നുള്ളത്? നമ്മൾ 8ാം ക്ലാസ് മുതൽ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് കെമിസ്ട്രി? കെമിസ്ട്രി എന്നാണ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഫിസിക്സ് പോലെ, ബയോളജി പോലെ എന്താണ് സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പല ടൈപ്പ് കെമിക്കൽസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ്. അഥവാ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്ട്രക്ചർ, കോമ്പോസിഷൻ, അതേപോലെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മാറ്ററിനെ പറ്റി, ആ മാറ്ററിൻ്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ അതിൻ്റെ കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സയൻസിൻ്റെ കെമിസ്ട്രി എന്നുള്ളത്. നമുക്കറിയാം, ദർ ഇസ് നോ ലൈഫ് വിത്തൗട്ട് കെമിസ്ട്രി എന്നാണ്. കെമിസ്ട്രി ഇല്ലാത്ത ഒരു ലൈഫിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. നമുക്കറിയാം, നമ്മൾ രാവിലെ ഒരാൾ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അതെന്താണ് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. എല്ലാം നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് മുതൽ ഓരോ കാര്യങ്ങളും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും എന്ത് കാര്യങ്ങളായാലും അതെന്താണ് പല ടൈപ്പ് കെമിക്കൽസ് ആയിരിക്കും, അതല്ലെങ്കിൽ പല ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്രയും പ്രാധാന്യമേറിയ ഒരു സബ്ജക്റ്റാണ് സയൻസിലെ ബ്രാഞ്ചായ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കെമിസ്ട്രിയിൽ നമുക്കറിയാം, നമ്മൾ 7ാം ക്ലാസ് വരെ സയൻസ് എന്ന് പറഞ്ഞ് പഠിച്ചു. 8ാം ക്ലാസ് മുതലാണ് കെമിസ്ട്രി ആയത്. കെമിസ്ട്രി ഫിസിക്സ്, അതേപോലെ തന്നെ ബയോളജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇനി കെമിസ്ട്രിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി നമുക്കറിയാം. കാർബണിക രസതന്ത്രം എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അതേപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. അതേപോലെ തന്നെ ബയോ കെമിസ്ട്രി ഉണ്ട്. അതേപോലെ അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉണ്ട്. അതുപോലെ ന്യൂക്ലിയർ കെമിസ്ട്രി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് നമുക്ക് കെമിസ്ട്രിക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ ഹയർ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ബ്രാഞ്ചിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി, നമ്മളിവിടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് +1 നമുക്ക് ഒരു സബ്ജക്റ്റായിട്ട് കെമിസ്ട്രി പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഹയർ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത്, ഡിഗ്രി ആയാലും PG ആയാലും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഓർഗാനിക് ഒരു സബ്ജക്റ്റാണ്, ഇനോർഗാനിക് കെമിസ്ട്രി വേറൊരു സബ്ജക്റ്റ് ആയിട്ടുണ്ടാവും. ആ രീതിയിലുണ്ടാവും. അപ്പോൾ എന്തായാലും കെമിസ്ട്രീൻ്റെ ബ്രാഞ്ചസ് ആണ് ഞാൻ പറഞ്ഞതൊക്കെ. ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ, ബയോ കെമിസ്ട്രി, അങ്ങനെ ഓരോന്നും ഇപ്പം ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലിവിങ് തിങ്സിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള കെമിസ്ട്രീൻ്റെ കാര്യങ്ങളൊക്കെ, ബയോളജിക്കലി വരുന്ന കെമിസ്ട്രീൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും വിധങ്ങളായിട്ടുള്ള ബ്രാഞ്ചസ് ആണ് കെമിസ്ട്രീൻ്റെ അതുള്ളത്. അപ്പോൾ ഇവിടെ കെമിസ്ട്രീൻ്റെ ബ്രാഞ്ചസ് ഞാൻ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി, ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് കെമിസ്ട്രിക്ക് പറയാൻ പറ്റും. ഒരുപാട് ഇമ്പോർട്ടൻസിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ഞാൻ പറഞ്ഞു രാവിലെ നമ്മൾ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്ന സമയം, വൈകുന്നേരം രാത്രി ഉറങ്ങുന്ന സമയം വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ കെമിസ്ട്രീൻ്റെ സംഭാവനകളായിരിക്കും അവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമുക്കറിയാം, നമ്മളെ മെഡിസിൻ എന്ന് പറയുന്നത്, നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കും. മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ്. നമുക്കറിയാം, നമ്മൾ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലിനെയാണ് നമ്മൾ മെഡിസിൻ എന്ന് പറയാം. അപ്പോൾ മെഡിസിനൽ ഫീൽഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കെമിക്കലാണ്. ഇനി അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഫീൽഡ്, കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ അമോണിയയുടെ കണ്ടുപിടുത്തത്തിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ കെമിസ്ട്രിയാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഷെൽട്ടേഴ്സും അതിൻ്റെ വലിയൊരു ചേഞ്ച് തന്നെ നമുക്കറിയാം. സിമെൻറ്റിൻ്റെ ഇൻവെൻഷൻ ഓഫ് സിമെൻറ്റ്, അത് കെമിസ്ട്രിയുടെ വലിയൊരു സംഭാവനയാണ്. ഇനി അതേപോലെ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് നമുക്കവിടെ കാണാൻ പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഏരിയയാണ് സയൻസിൽ കെമിസ്ട്രി എന്ന് പറയുന്നത്.
ഇനി നമുക്കറിയാം, ഞാൻ നേരത്തെ കെമിസ്ട്രീൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. എന്താണ്? ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് സ്ട്രക്ചർ, കോമ്പോസിഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററാണ്. ഒരു മാറ്റർ, ഒരു പദാർത്ഥത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയും അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്ട്രക്ചർ, കോമ്പോസിഷൻ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറയും. ഇനി നമുക്കറിയേണ്ടത്, ഇനി എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ എന്നാണ് ഒരു പദാർത്ഥം. മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഹാസ് എ മാസ് ഒക്കുപ്പൈസ് ഇൻ സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന അല്ലെങ്കിൽ സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു മാസുള്ള ഒരു വസ്തുവാണെങ്കിൽ, ഒരു കനമുള്ളൊരു വസ്തുവാണെങ്കിൽ, ഭാരമുള്ളൊരു വസ്തുവാണെങ്കിൽ അതിന് വി ക്യാൻ സേ മാറ്റർ. അതിനെ നമുക്ക് എന്ത് പറയാം? മാറ്റർ എന്ന് പറയാൻ പറ്റും. ഇതിപ്പോൾ ഒരു മാറ്ററാണ്, കാരണം നമുക്ക് എന്താണ്, ഒരു മാസുള്ളൊരു വസ്തുവാണ് ഇത്, ഇതിന് മാറ്റർ എന്ന് പറയാൻ പറ്റും. വെള്ളം, അത് മാറ്ററാണ് അല്ലേ? അപ്പോൾ മാസുള്ള ഒരു ഭാരമുള്ള ഒരു വസ്തുവിനെ നമുക്ക്, ഒരു മാറ്ററിനെ അല്ലെങ്കിൽ ഒരു ഭാരമുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുക? മാറ്റർ എന്ന് പറയും. എനിത്തിങ് വിച്ച് ഹാസ് എ മാസ് ഓക്കുപ്പൈസ് ഇൻ സ്പേസ് ഈസ് കോൾഡ് മാറ്റർ അല്ലേ? നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഒരു മാസുള്ള എന്താണ്, ഒരു ഭാരമുള്ളൊരു വസ്തുവിനെ നമുക്ക് മാറ്റർ എന്ന് പറയാൻ പറ്റും. മാറ്ററിന് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ്സ് വി ക്യാൻ ക്ലാസിഫൈ ദി മാറ്റേഴ്സ് ഇൻറ്റു 3. മാറ്ററിനെ നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ, ഭൗതികപരമായിട്ട് നമുക്ക് മാറ്ററിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് മാറ്റർ. മാറ്ററിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് സോളിഡ് എന്ന് പറയാൻ പറ്റും, രണ്ടാമത്തത് ലിക്വിഡാണ്, മൂന്നാമത്തത് ഗ്യാസാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3ആയിട്ട് നമുക്ക് മാറ്ററിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇനി എന്താണ് സോളിഡ്, എന്താണ് ലിക്വിഡ്, എന്താണ് ഗ്യാസ്? ഇത് നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചതാണ്. എന്താ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോളിഡ്സ് ഹാവ് എന്താണ്, ഡെഫിനിറ്റ് ഷേപ്പ്, അതേപോലെ തന്നെ ഡെഫിനിറ്റ് വോളിയം. ഡെഫിനിറ്റ് വോളിയം അതേപോലെ തന്നെ ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? സോളിഡ് എന്ന് പറയുക അല്ലേ? നമ്മളിപ്പോൾ ഇതൊരു സോളിഡാണ്. ഇത് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനൊരു മാറ്ററിൽ തന്നെ, മാറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, മാസുള്ളൊരു വസ്തുവിനൊക്കെ നമ്മൾ മാറ്റർ എന്നാണ് പറയുക. നമുക്ക് ചുറ്റും കാണുന്നത് അല്ലെങ്കിൽ സ്പേസിലൊക്കെ പോയി ചെയ്യുന്ന മാസുള്ളൊരു വസ്തുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്സ് കോൾഡ് മാറ്റർ. മാറ്റർ എന്ന് പറയും. ഈ മാറ്ററിനെ തന്നെയാണ് നമ്മൾ ഭൗതികപരമായിട്ട് ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ എന്ത് ചെയ്യാണ്, നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് നമ്മളിങ്ങനെ 3ആയിട്ട് വേർതിരിച്ചത്. അതിൽ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിറ്റ് ഷേപ്പും അതേപോലെ തന്നെ ഡെഫിനിറ്റ് വോളിയം, ഒരു നിശ്ചിത വ്യാപ്തവും അതേപോലെ തന്നെ നിശ്ചിത ഘടനയുള്ള മാറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? സോളിഡ് എന്ന് പറയും. അപ്പോൾ ഇതൊരു സോളിഡാണ്, കാരണം ഇതിനൊരു ഷേപ്പ് ഉണ്ട്, ഇനി അതേപോലെ തന്നെ ഒരു നിശ്ചിത വോളിയത്തിൽ അതുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ സോളിഡ് എന്ന് പറയും. ഇനി ലിക്വിഡ് എന്ന് പറഞ്ഞാലോ, ലിക്വിഡിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് ഷേപ്പ് പറയാൻ പറ്റുമോ? ഷേപ്പ് പറയാൻ പറ്റില്ല. അപ്പം സോളിഡ് ആണെങ്കിൽ ഓരോന്നിനും ഓരോ ഷേപ്പ് ഉണ്ട്. നമുക്കറിയാം, ഇതിപ്പോൾ എന്താണ്, ഒരു സോളിഡാണ്, ഇനി ഈ ഒരു നിശ്ചിത ഷേപ്പ് ഇതിനുണ്ട്, ഇതൊരു വേറെ സോളിഡാണ്, ഇനി വേറൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ സോളിഡിനും ഓരോ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ വോളിയം പറയാൻ പറ്റും. അതാണ് സോളിഡ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് ആണെങ്കിലോ, ലിക്വിഡിന് നമുക്ക് വോളിയം പറയാൻ പറ്റും അല്ലേ? നമുക്ക് നിശ്ചിത വോളിയം, ഇപ്പോൾ 2 ലിറ്റർ 3 ലിറ്റർ വെള്ളം നമുക്ക് എടുക്കാൻ പറ്റും, ലിക്വിഡ് എടുക്കാൻ പറ്റും. എന്നാൽ അതിന് ഷേപ്പ് പറയാൻ പറ്റില്ല. നിശ്ചിത ഷേപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? ലിക്വിഡിന് പറയാൻ പറ്റില്ല. ഷേപ്പ് എന്ന് പറയുന്നത് കണ്ടെയ്നറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കറിയാം, നമ്മൾ ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ, ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവാം. ഇനി അതേപോലെ തന്നെ വലിയൊരു ബോളിൻ്റെ അകത്ത് നമ്മൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ബോളിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്താണ്, ഒരു ട്യൂബിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ട്യൂബിൻ്റെ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കണ്ടെയ്നർ വി ടേക്ക്. നമ്മൾ എന്തിലാണോ എടുക്കുന്നത് ആ എടുക്കുന്ന സാധനത്തിനെയാണ്, ആ സാധനത്തിൻ്റെ ഷേപ്പിനെ ആശ്രയിച്ചിരിക്കും ലിക്വിഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിറ്റ് എന്താണ്, വോളിയം ഉണ്ടാവും, പക്ഷേങ്കിൽ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തതാണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് എന്ന് പറയുന്നത്. ഇനി ഗ്യാസ് ആണെങ്കിലോ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കിപ്പോൾ 2 ലിറ്റർ വെള്ളം ഒരു എന്തിയാണ് ബക്കറ്റിൽ എടുക്കാൻ പറ്റും, അതുപോലെ 2 ലിറ്റർ ഗ്യാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? ഗ്യാസിൻ്റെ ഇന്ന് ഷേപ്പാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നൈദർ ഡെഫിനിറ്റ് വോളിയം നോർ ഡെഫിനിറ്റ് ഷേപ്പ്, അതാണ് എന്ത്, ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ 3ആയിട്ട് നമുക്ക് മാറ്ററിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി
അപ്പം നമ്മൾ പറഞ്ഞു സോളിഡിൽ എന്ത് ചെയ്യാണ് നമുക്കതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് കണികകൾ ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോളിഡിൽ എന്താണ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക എന്താണ് ക്ലോസ്ലി പാക്ക്ഡ് ആണ്. നമ്മൾ സോളിഡ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിലിങ്ങനെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവും. ഇനി റൗണ്ടിൽ കാണിക്കുന്നതൊക്കെ അതിൻ്റെ അതിൽ കണികകളാണ്, അപ്പോൾ പാർട്ടിക്കിൾസ് ആണ്. ഇങ്ങനെ എന്ത് ചെയ്യും സോളിഡ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. പാർട്ടിക്കിൾസ് കനോട്ട് മൂവ്. ഈ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും സോളിഡ്സിൽ, അഥവാ ഖരം എന്ന് മലയാളത്തിൽ പറയും. ലിക്വിഡ് എന്ന് നമുക്കറിയാലോ ദ്രാവകം, ഗ്യാസ്, വാതകമാണ്. ഇനി സോളിഡ് അഥവാ ഖരം എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് പാർട്ടിക്കിൾസ് അതിലുള്ള കണികകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. എല്ലാം ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, അഥവാ ടച്ച് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുക. അഥവാ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറുങ്ങനെ ചലിക്കാൻ പോലും പറ്റില്ല. അതാണ് സോളിഡ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് ആണെങ്കിലും ലിക്വിഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ്സ് എന്താണ് പാർട്ടിക്കിൾസ് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് ഇങ്ങനെ പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ക്ഡ് എന്ന് പറയാൻ പറ്റും, ബട്ട് പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് അറൗണ്ട്. എന്താണ് ഈ ക്ലോസ്ലി പാക്ക്ഡ് നമ്മൾ ഈ സോളിഡ് പോലെയല്ല, എന്താണ് ടച്ച് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ആയിട്ടല്ല ഉണ്ടാവും. ലിക്വിഡ്സിൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള കണികളുടെ ക്രമീകരണം നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ചെറിയ സ്പേസ് ഉണ്ടാവും. പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് അറൗണ്ട്. പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, ചുറ്റിലും ഇങ്ങനെ ചെറുങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മാറ്ററിനെയാണ് നമ്മൾ ലിക്വിഡ് എന്ന് പറയുക. അപ്പോൾ ഇനി അടുത്തതാണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഗ്യാസ് ആണെങ്കിലോ നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ കുറേ സ്പേസ് നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന മാറ്ററിൻ്റെ 3 എന്താണ് അവസ്ഥകൾ. ഇത് 3 അല്ല, ഇതിൽ കൂടുതൽ ഒരുപാട് പ്ലാസ്മ ഉണ്ട്, അങ്ങനെ കുറേ കണ്ടൻസേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും നമുക്ക് മാറ്ററിനെ ഡിവൈഡ് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ വേർതിരിച്ചെന്ന് മാത്രം. അപ്പോൾ ഇവിടെ സോളിഡ് ഞാൻ പറഞ്ഞു ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളതാണ് സോളിഡ്. ഇനി വോളിയം ഉണ്ട്, ഷേപ്പ് ഇല്ലാത്തതാണ് ലിക്വിഡ്. ഇനി വോളിയം ഷേപ്പും രണ്ടും ഇല്ലാത്തതാണ് എന്ത് ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ക്രമീകരണം വെച്ചിട്ട് സോളിഡ് നോക്കിയാൽ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. പാർട്ടിക്കിൾസ് കനോട്ട് എന്താണ് മൂവ് ആണ്, പാർട്ടിക്കിൾസ് തീരെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി അതേപോലെ തന്നെ ലിക്വിഡ് ആണെങ്കിലോ എന്താണ് ക്ലോസ്ലി പാക്ക്ഡ് എന്ന് പറയാം, ബട്ട് പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് അറൗണ്ട്. എന്ത് ചെയ്യാം, ക്ലോസ്ലി പാക്ക്ഡ് എന്ന് പറയാം, പക്ഷേ എന്ത് ചെയ്യാണ് പാർട്ടിക്കിൾസിന് ചെറിയ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഗ്യാസ് ആണെങ്കിലോ പാർട്ടിക്കിൾസ് കനോട്ട് മൂവ്. ഗ്യാസ് ആണെങ്കിൽ എന്താണ് പാർട്ടിക്കിൾസ് എൻ്റെ ക്രമീകരണം വെച്ച് നോക്കുമ്പോൾ ഗ്യാസിൽ ഉണ്ടാവുക വെരി ലൂസ്ലി പാക്ക്ഡ് ആണ്. പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് വെരി ഫ്രീലി. ഇങ്ങനെയാണ് പാർട്ടിക്കിൾസ് വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ് പാർട്ടിക്കിൾസിനുള്ള ഒരുപാട് സ്പേസ് നമുക്ക് ഗ്യാസിൽ കാണാൻ പറ്റും. ഇതാണ് 3 അവസ്ഥകൾ എന്ന് പറയുന്നത്. ഇനി ദിസ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റേഴ്സ് ആർ ഇൻ്റർ കൺവേർട്ടിബിൾ ആണ്. ഈ മാറ്ററിൻ്റെ 3 അവസ്ഥകൾ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർ കൺവേർട്ടിബിൾ ആണ്, ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ആക്കാം, ലിക്വിഡ് ഗ്യാസ് ആക്കാൻ പറ്റും, തിരിച്ച് ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ പറ്റും, ലിക്വിഡിനെ സോളിഡും ആക്കാൻ പറ്റും, ഇല്ലേ? സോളിഡ് എന്ന് പറഞ്ഞാൽ ഐസിനെ വെള്ളമാക്കി കൂടെ, അല്ലേ? ഹീറ്റ് ചെയ്താൽ മതി. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആവും. വീണ്ടും ലിക്വിഡിനെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, താപം കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസായിട്ട് മാറാൻ പറ്റും, അല്ലേ? വേപ്പർ അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇവാപറേഷൻ നടക്കും, അല്ലേ? ബാഷ്പീകരണം നടത്തി ഗ്യാസായിട്ട് മാറും. തിരിച്ച് ഗ്യാസിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ആവില്ലേ? ലിക്വിഡിനെ വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോളിഡാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ദീസ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ ഇൻ്റർ കൺവേർട്ടിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഡയറക്റ്റ് സോളിഡിന് ഗ്യാസ് ആക്കാനും പറ്റും, അല്ലേ? നമ്മൾ കാംഫർ അഥവാ കർപ്പൂരം എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസ് ആക്കാൻ പറ്റും. അതിന് നമ്മൾ സബ്ലിമേഷൻ എന്നൊക്കെ പറയും. അത് നമുക്ക് വീണ്ടും അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ് മാറ്ററിൻ്റെ 3 അവസ്ഥകളാണ്. അത് എന്താണ് ഇൻ്റർ കൺവേർട്ടിബിൾ ആണ്. അപ്പോൾ മാറ്റർ എന്താണ്, ആ മാറ്ററിനെ നമ്മൾ എന്താണ് ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ നമുക്ക് മാറ്റേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിട്ട് വേർതിരിക്കാൻ പറ്റും, അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.